നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നിയമലംഘനങ്ങളുടെയും അതിന് ലഭിക്കുന്ന ശിക്ഷകളുടെയും പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ച് സൗദി മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം. പുതിയ പട്ടികയ്ക്ക് വിരുദ്ധമായ മുൻ തീരുമാനങ്ങൾ സ്വമേധയാ റദ്ദാക്കുമെന്നും മന്ത്രി അഹമ്മദ് അൽ റാജിഹി പറഞ്ഞു. പുതിയ നിയമം അനുസരിച്ച് 10 അതിൽ കുറവോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ, 11 മുതൽ 50 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ, 51 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ എന്നിങ്ങനെ തൊഴിലാളികളുടെ എണ്ണം അനുസരിച്ച് സ്ഥാപനങ്ങളെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അതാത് അധികാരികൾ മുന്നോട്ട് വയ്ക്കുന്ന തൊഴിൽ സംരക്ഷണം, സുരക്ഷ, ആരോഗ്യ നടപടികൾ എന്നിവയുടെ നിയമങ്ങൾ പാലിക്കാത്തതിന് ഒന്നാം വിഭാഗത്തിന് 10,000 റിയാലും, രണ്ടാം വിഭാഗത്തിന് 5,000 റിയാലും, മൂന്നാം വിഭാഗത്തിന് 2,500 റിയാലും പിഴ ചുമത്തും. സുരക്ഷാ നിർദ്ദേശങ്ങൾ അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രദർശിപ്പിച്ചില്ല എങ്കിൽ ആദ്യ വിഭാഗത്തിന് 5,000 റിയാലും, രണ്ടാം വിഭാഗത്തിന് 2,000 റിയാലും, മൂന്നാം വിഭാഗത്തിന് 1,000 റിയാലുമായിരിക്കും പിഴ. സുരക്ഷ സംബന്ധിച്ച് തൊഴിലാളി പ്രതിരോധ നടപടികൾ പാലിക്കുന്നില്ലെങ്കിലും തൊഴിലുടമ ശ്രദ്ധിക്കാത്തതിനാൽ തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന അപകടം, അസുഖം എന്നിവയ്ക്കും പകർച്ചവ്യാധിയെയും മറ്റും തടയാൻ വർഷത്തിലൊരിക്കൽ പരിശോധന നടത്തിയില്ലെങ്കിലും ഒന്നാം വിഭാഗത്തിന് 3,000-ഉം, രണ്ടാം വിഭാഗത്തിന് 2,000-ഉം, മൂന്നാം വിഭാഗത്തിന് 1,000-ഉം റിയാലാണ് പിഴ. പ്രതിവർഷ പരിശോധന നടത്താതെ വരുന്ന പകർച്ചവ്യാധികൾക്ക് എല്ലാ വർഷവും തൊഴിലാളികളുടെ എണ്ണം അനുസരിച്ച് ഇത് ഇരട്ടിക്കും. ആരോഗ്യ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കും തൊഴിലുടമ മെഡിക്കൽ ഇൻഷുറൻസ് നൽകുന്നില്ല എങ്കിൽ ആദ്യ വിഭാഗത്തിന് 10,000 റിയാലും, രണ്ടാം വിഭാഗത്തിന് 5,000 റിയാലും, മൂന്നാമത്തേതിന് 3,000 റിയാലും പിഴ ചുമത്തും. നിയമലംഘനങ്ങളുടെ എണ്ണം അനുസരിച്ച് ഇത് ഇരട്ടിക്കും. 15 വയസ്സ് തികയാത്ത കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒന്നാം വിഭാഗത്തിന് 20,000 റിയാലും, 2-3 കാറ്റഗറി കമ്പനികൾക്ക് 10,000 റിയാലുമാണ് പിഴ. പ്രസവശേഷം 6 ആഴ്ചയ്ക്കുള്ളിൽ സ്ത്രീകളെ ജോലിക്ക് നിയമിച്ചാൽ എല്ലാ വിഭാഗം കമ്പനികൾക്കും 10,000 റിയാലാണ് പിഴ. തൊഴിലാളികളുടെ എണ്ണം അനുസരിച്ച് ഇത് കൂടും. ജോലി സമയത്ത് തൊഴിലാളികളുടെ എണ്ണം അനുസരിച്ച് ഇരിപ്പിട സംവിധാനം ഒരുക്കാതിരുന്നാൽ ഒന്നാം വിഭാഗത്തിന് 3,000 റിയാലും, രണ്ടാമത്തേതിന് 2,000 റിയാലും, മൂന്നാം വിഭാഗത്തിന് 1,000 റിയാലും പിഴ ചുമത്തും. വനിതാ ജീവനക്കാർക്കും പുരുഷന്മാർക്കും പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനും ശുചീകരണത്തിനും സംവിധാനം ഏർപ്പെടുത്തിയില്ല എങ്കിൽ ആദ്യ വിഭാഗത്തിന് 1,000 റിയാലും, രണ്ടാം വിഭാഗത്തിന് 5,000 റിയാലും, മൂന്നാം കാറ്റഗറിയിലുള്ളവർക്ക് 2,500 റിയാലും പിഴ ചുമത്തും. 50 അതിൽ കൂടുതലോ സ്ത്രീ തൊഴിലാളികളുള്ള കമ്പനിയിൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശിശു സംരക്ഷണത്തിനും അവരെ സംരക്ഷിക്കുവാനുമായി നഴ്സറി സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് 25,000 റിയാലാണ് പിഴ. തൊഴിൽ സമയത്ത് തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, നഷ്ടപരിഹാരം എന്നിവയിൽ വീഴ്ച വരുത്തുന്ന തൊഴിലുടമയ്ക്ക് 3 തരം സ്ഥാപനങ്ങൾക്ക് 3,000 റിയാലാണ് പിഴ. രാത്രി ജോലിയിൽ നിന്ന് ഒഴിവുള്ളവരെ ഈ സമയങ്ങളിൽ ജോലിയെടുപ്പിക്കുന്ന പക്ഷം പിഴ 5,000 റിയാലാണ്. തൊഴിൽ വിസകൾ വിൽക്കുകയോ വിസ വിൽപ്പനയ്ക്ക് ഇടനിൽക്കുകയോ ചെയ്താൽ ഓരോ വിസയ്ക്കും 20,000 റിയാലായിരിക്കും പിഴ ചുമത്തുക. ഇത് എല്ലാ വിഭാഗം സ്ഥാപനങ്ങൾക്കും തുല്യ നിരക്കായിരിക്കും. പൊതുനിയമമോ തൊഴിൽ കരാറോ പ്രകാരം തൊഴിലാളികൾക്ക് ആഴ്ചാന്ത്യ അവധി, ദൈനംദിന വിശ്രമ സമയം എന്നിവ പാലിക്കാതെ വരിക, തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 98 അനുസരിച്ച് ഓവർടൈം നൽകാതെ അധിക സമയം ജോലിയെടുപ്പിക്കൽ എന്നിവയ്ക്ക് എല്ലാ വിഭാഗം കമ്പനികളുടെയും തൊഴിലുടമയ്ക്കെതിരെ 5,000 റിയാൽ ഓരോ ലംഘനങ്ങൾക്കും പിഴ ചുമത്തും. നിയമം അനുശാസിക്കുന്ന നിശ്ചിത അവധി ദിനങ്ങൾ നൽകാതിരുന്നാലും ഇതാണ് പിഴ. തൊഴിൽ ലംഘനം നടന്ന് 60 ദിവസത്തിനകം പിഴ അടച്ചിരിക്കണമെന്നാണ് പുതിയ പ്രഖ്യാപനത്തിൽ ഉള്ളത്. ഇതേ കാലയളവിൽ എതിർപ്പുണ്ടെങ്കിൽ അവ ഉന്നയിക്കാനുള്ള സാവകാശവും തൊഴിലുടമയ്ക്ക് നിയമം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.